മക്കളെ, ഇന്ന് നമുക്ക് ഏക് ദോ തീൻ എന്ന ചാപ്റ്റർ വായന നോക്കാം. മുകേഷ് നൗട്ടിയാൽ. എന്താണിത് വായിക്കുന്നത്? മുകേഷ് നൗട്ടിയാൽ. മുകേഷ് നൗട്ടിയാൽ. മേരാ ഘർ. സുസവ. അത് ഊ ചിഹ്നമാണ് കേട്ടോ. സാ കഴിഞ്ഞിട്ട് കണ്ട അങ്ങനെ ഒരു ചിഹ്നം. ഇതെന്താണ്? ഊ എന്നതിൻ്റെ ചിഹ്നമാണ്. ഏതൊരക്ഷരത്തിനോട് കൂടിയും ഈ ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ ആ അക്ഷരത്തിനോട് കൂടി ഊ എന്ന് ചേർത്ത് വായിക്കണം. ഇവിടെ ക എന്നാണ് എഴുതിയതെന്ന് കരുതുക. കായാണ് എഴുതിയതെന്ന് കരുതുക. അതിന് നമ്മൾ ഈ ഒരു ചിഹ്നം കൊടുത്തു. എന്താ വായിക്കുക? കു. എന്താണ്? കു. അപ്പൊ ഇവിടെ എന്താണ്? സു. സുസവാ നദി കേ കിനാരെ. ഇത് ഈന്റെ ചിഹ്നമാണ് കേട്ടോ. ഈന്റെ ചിഹ്നം. ഏതക്ഷരത്തിനോട് കൂടിയും ഈ ചിഹ്നം കൊടുത്ത ഈ എന്നാണ് വായിക്കുന്നത്. ഇത് ഈ എന്നതിൻ്റെ ചിഹ്നം. ഈ വര ഉണ്ടല്ലോ, ഒരൊറ്റ വര, ഇത് ഏന്റെ ചിഹ്നമാണ്. ഏന്റെ ചിഹ്നം. എന്തിൻ്റെ ചിഹ്നമാണ്? എ എന്നതിൻ്റെ ചിഹ്നം. അപ്പോൾ അതെന്താണ്? കിനാരെ. ഇങ്ങനെ വായിക്കും. രാക്കി എ ചിഹ്നം വന്നു. രേ. കിനാരെ. മേരാ ഘർ സുസവാ നദി കെ കിനാരെ ഹേ. വഹി ജൽ മുർഗിയോം കാ ഏക് പരിവാർ. ജൽ മുർഗിയോം. എന്താണിത് വായിക്കുന്നത്? ജൽ മുർഗിയോം. ജൽ മുർഗിയോം കാ ഏക് പരിവാർ ബി रहता है. बी रहता है. आज सुबह जल मुर्गी के चूसे. आज सुबह जल मुर्गी के चूसे मेरे घर में घुस आए. बाहर दो जल मुर्गियां. जोर से चिचिया. रही दी. मैंने दीवार की. ओट में एक बिलौटा देखा. ബിലൗട്ട. ഔ എന്നതിൻ്റെ ചിഹ്നമാണ്. ലാൻ്റെ അടുത്ത് തന്നെയുള്ളത് കണ്ട. അത് ഔ എന്നതിൻ്റെ ചിഹ്നമാണ്. ഏതൊരക്ഷരത്തിൻ്റെ കൂടെയും ഈ ചിഹ്നം എടുത്തു കഴിഞ്ഞാൽ ആ അക്ഷരത്തിനോട് കൂടിയിട്ട് ഔ എന്ന് ചേർത്ത് വായിക്കണം. അപ്പോൾ ഇത് ച എന്ന അക്ഷരത്തിനോട് കൂടി നമ്മൾ ഔ കൊടുത്തു. എന്താ വായിക്കുക? ചൗ. നമ്മളിവിടെ പഠിച്ചത് എന്താണ്? ലാക്കാണ് അല്ലേ ഔ ചിഹ്നം കൊടുത്തത്. അപ്പൊ ലൗ. ബിലൗട്ട ദേക്ക. मुझे देख कर बिलौटा भाग गया. लेकिन जल मुर्गियां शोर मचाती रही. मैंने भीतर जाकर देखा. एक चूसा फर्श पर था.
फर्श पर था। दूसरा 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 सोफे के सोफे के सोफे के नीचे सोफे के नीचे मैंने उन्हें उनके माँ बाप के हवाले कर दिया पर जल मुर्गियां शोर मचाती रही शोर मचाती रही। ഇത്രയും ഭാഗം നമുക്ക് ഇന്ന് വായനയായിട്ട് നോക്കാം. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായനയുടെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.